കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? ഉത്തരം ബിറ്റ്. ബിറ്റിൻ്റെ മൂല്യം എന്താണ്? ഉത്തരം 1 0. ബിറ്റ് എന്നതിൻ്റെ മുഴുവൻ രൂപം എന്താണ്? ഉത്തരം ബൈനറി ഡിജിറ്റ്. എത്ര ബിറ്റുകൾ ചേരുന്നതാണ് ഒരു ബൈറ്റ്? ഉത്തരം 8 ബിറ്റുകൾ ചേർന്നാൽ ഒരു ബൈറ്റ് ആകുന്നു. 1 കിലോ ബൈറ്റ് എത്ര ബൈറ്റുകൾ ചേരുന്നതാണ്? ഉത്തരം 1024 ബൈറ്റുകൾ. 1024 കിലോ ബൈറ്റുകൾ ചേരുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ഉത്തരം 1 മെഗാബൈറ്റ്. 1 ഗിഗാബൈറ്റ് എന്നത് എത്രയാണ്? ഉത്തരം 1024 മെഗാബൈറ്റുകൾ. ഇപ്പോൾ കറണ്ട് പോയാലും കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം UPS. UPSൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം അൺഇൻ്ററപ്റ്റബിൾ പവർ സപ്ലൈ. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 2. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കാണാനും സ്പർശിക്കാനും സാധിക്കുന്ന ഭാഗങ്ങൾക്ക് എന്തു പറയുന്നു? ഉത്തരം ഹാർഡ്വെയർ. ഇന്ത്യയിൽ ആദ്യം നിർമ്മിച്ച സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഉത്തരം പരം. സ്ഥിരമായതും മാറ്റം വരുത്താൻ കഴിയാത്തതുമായ കമ്പ്യൂട്ടറിലെ മെമ്മറി ഏതാണ്? ഉത്തരം റോം. റോമിൻ്റെ പൂർണ്ണരൂപം റീഡ് ഓൺലി മെമ്മറി. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ പ്രവർത്തനക്ഷമമാകുന്നത് ഏത് മെമ്മറിയുടെ നിർദ്ദേശങ്ങളുടെ സഹായത്തിലാണ്? ഉത്തരം റോം. റാമിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ആക്സസ് മെമ്മറി. കമ്പ്യൂട്ടർ കേസ്, മോണിറ്റർ, കീബോർഡ്, മൗസ്, സ്പീക്കർ എന്നിവ എന്തിന് ഉദാഹരണങ്ങളാണ്? ഉത്തരം ഹാർഡ്വെയറുകൾ. കേരളത്തിൽ ആദ്യം കമ്പ്യൂട്ടർ സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം കൊച്ചി. കമ്പ്യൂട്ടറിലെ 2 തരം മെമ്മറികൾ ഏതെല്ലാമാണ്? ഉത്തരം റോമും റാമും. അതായത് റീഡ് ഓൺലി മെമ്മറിയും റാൻഡം ആക്സസ് മെമ്മറിയും. ശാസ്ത്രക്രിയകൾ നടത്തുക, നിർദ്ദേശങ്ങൾ പ്രവർത്തിപ്പിക്കുക, വിവരങ്ങൾ ക്രോഡീകരിക്കുക എന്നിവയെല്ലാം ചെയ്യുന്ന കമ്പ്യൂട്ടറിലെ ഭാഗം ഏതാണ്? ഉത്തരം പ്രോസസ്സർ. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാട്. ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നറിയപ്പെടുന്ന വനിത ആരാണ്? ഉത്തരം അഗസ്റ്റ അഡാകിൻ. ഇൻ്റർനെറ്റിലൂടെ റിലീസ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സിനിമ ഏതാണ്? ഉത്തരം വിവാഹ്. ICയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ലോകത്തിലെ ഏറ്റവും പ്രമുഖ ഓൺലൈൻ സർവ്വവിജ്ഞാനകോശം ഏത്? ഉത്തരം വിക്കിപീഡിയ. വിക്കിപീഡിയ പദ്ധതിക്ക് തുടക്കമിട്ടത് എന്നാണ്? ഉത്തരം 2001 ജനുവരി 15. ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലയെയും അവ നൽകുന്ന വിവിധങ്ങളായ സൗകര്യങ്ങളെയും പൊതുവായി പറയുന്നത് എന്താണ്? ഉത്തരം ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളേവ? ഉത്തരം വെബ് ബ്രൗസറുകൾ. ബൈഗ്ലോബ് ഏത് രാജ്യത്തെ പ്രധാന സെർച്ച് എഞ്ചിനാണ്? ഉത്തരം ജപ്പാൻ. ലോകമെമ്പാടും വിന്യസിച്ചിട്ടുള്ള കമ്പ്യൂട്ടറുകളിൽ ഒരുക്കി വച്ചിരിക്കുന്ന
കോടിക്കണക്കിനുള്ള വിവരങ്ങളുടെ കൂട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം വേൾഡ് വൈഡ് വെബ്. WWWന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം വേൾഡ് വൈഡ് വെബ്. കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ നിർദ്ദേശങ്ങളുടെ സഹായത്തോടെയാണ്. ഇത്തരം നിർദ്ദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം സോഫ്റ്റ്വെയറുകൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഉത്തരം വിൻഡോസ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഉത്തരം ആൻഡ്രോയിഡ്. ചുവടെ കാണിച്ചിരിക്കുന്ന ചിത്രം എന്താണെന്ന് പറയാമോ? ഉത്തരം GPS. GPSന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം. ഏത് സംവിധാനം ഉപയോഗിച്ചാണ് മൊബൈൽ ഫോണിൽ സ്ഥലങ്ങളുടെ സ്ഥാനനിർണ്ണയം ചെയ്യുന്നത്? ഉത്തരം GPS. ഒരു ചെസ് ബോർഡിൽ എത്ര കളങ്ങളുണ്ട്? ഉത്തരം 64. 32 വെളുത്ത കളങ്ങളും 32 കറുത്ത കളങ്ങളുമാണ് ഉള്ളത്. ലോക ചെസ് ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 20. വാലി ഹുർസൈഗ്, സെയ്മൂർ പെപ്പർ എന്നിവർ കുട്ടികൾക്കായി വികസിപ്പിച്ച കമ്പ്യൂട്ടർ ഭാഷ ഏതാണ്? ഉത്തരം ലോഗോ. സെയ്മൂർ പെപ്പറിൻ്റെ പേര് മാത്രമാണ് അധികം ചോദ്യങ്ങളിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. ലോഗോ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ലാംഗ്വേജ് ഓഫ് ഗ്രാഫിക് ഓറിയൻറ്റഡ്. ലോഗോ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ച പ്രോഗ്രാമിംഗ് ഭാഷ വികസിപ്പിച്ച വർഷം? ഉത്തരം 1967. ലോഗോ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വർഷം? 1937. അമേരിക്കൻ ബഹിരാകാശ സ്ഥാപനമായ നാസ കുട്ടികൾക്കായി തയ്യാറാക്കിയിട്ടുള്ള വെബ്സൈറ്റിൻ്റെ പേര് എന്താണ്? ഉത്തരം നാസ കിഡ്സ് ക്ലബ്. തന്നിരിക്കുന്ന ചിത്രം തിരിച്ചറിയുക. ഉത്തരം ബ്ലൂടൂത്ത്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ്. ചോദ്യം 1. ബ്ലൂടൂത്ത് കണ്ടെത്തിയത് ആരാണ്? ചോദ്യം 2. വൈഫൈയുടെ പൂർണ്ണരൂപം എന്താണ്? ചുവടെയുള്ള ചിത്രങ്ങൾ തിരിച്ചറിയുക. 4 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവ ഓരോന്നും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവയുടെ പേരുകൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബായ്.